ഐസ്ലാൻഡ് യാത്രയുടെ 15ാമത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഐസ്ലാൻഡിലെ അവസാനത്തെ 2 ദിവസത്തിലേക്കാണ് നമ്മളിനി കടന്നു പോകുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കിച്ചണിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. തലേ ദിവസം വന്നു നിന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മീൻ കറിയും നൂൽപുട്ടും പിന്നെ മറ്റു കുറച്ച് കറികളും പിന്നെ തലേദിവസം നമ്മൾ മേടിച്ച ഒരു പിസയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെക്കേറ്റ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ റൂം കൂടാതെ ഇവിടെ മറ്റു 2 റൂമുകളും ഇവർ വാടകയ്ക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അതിലെ 4 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റൂമും അതുപോലെ തന്നെ 2 പേർക്ക് താമസിക്കാൻ പറ്റിയ മറ്റൊരു റൂമും ഉണ്ടായിരുന്നു. നമ്മളിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ മറ്റു 2 റൂമുകളിലെയും ആളുകളൊക്കെ വെക്കേറ്റ് ചെയ്ത് പോയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് നമ്മുടെ റൂമിലോട്ടാണ്. അവിടെ പോയി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ഇന്ന് ഈ റൂമിനോട് ഇവിടെ പറഞ്ഞ് നമ്മുടെ വെനലോട്ട് പോവുകയാണ്. നമ്മളിന്ന് ദ ഹാർട്ട് ഓഫ് ഐസ്ലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന റെക്കവിക് എന്ന സിറ്റി ചുറ്റിക്കറങ്ങാൻ പോവുകയാണ്. ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനമായ റെക്കവിക് ഒരു നഗരം മാത്രമല്ല, അത് ഐസ്ലാൻഡിൻ്റെ ഹൃദയം കൂടിയാണ്. ചെറുതായി തോന്നുന്നെങ്കിലും ഈ നഗരം ഐസ്ലാൻഡിൻ്റെ സംസ്കാരവും ചരിത്രവും ആധുനിക ജീവിതവും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു പ്രത്യേക സ്ഥലം കൂടിയാണ്. റെക്കവിക് എന്ന പേരിൻ്റെ അർത്ഥം പുകയുയരുന്ന ഉൾക്കടൽ എന്നാണ്. ഈ ഒരു സിറ്റിയെ ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ ഊർജം നൽകി സഹായിക്കുന്ന ചൂടുവെള്ള ഉറവകൾ ഉള്ളതുകൊണ്ടാണ് ഈ പേരിന് ഇവിടെ പ്രസക്തി. ഐസ്ലാൻഡിൽ ആദ്യമായി സ്ഥിരതാമസം ആരംഭിച്ച ഇൻഗോൾഫുർ ആർനാർസൺ 774 കുടിയേറിയ സ്ഥലമാണ് റെക്കവിക്. റെക്കവിക് സംഗീതത്തിൻ്റെയും കലകളുടെയും സാഹിത്യത്തിൻ്റെയും ഒരു കേന്ദ്രവും കൂടിയാണ്. റെക്കവിക് എന്ന നഗരത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ പള്ളിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഐസ്ലാൻഡിലേക്ക് വരുന്ന മിക്ക യാത്രക്കാരുടെയും മസ്റ്റ് വിസിറ്റ് ലിസ്റ്റിൽ ഒന്നാമതായി വരുന്ന ഒരു സ്ഥലമാണിത്. വളരെ ദൂരെ നിന്ന് തന്നെ കാണുന്ന ഈ പള്ളി റെക്കവിക് സിറ്റിയുടെ സ്കൈലൈൻ തന്നെ നിർവചിക്കുന്നെന്ന് പറഞ്ഞാലും വലിയ അത്ഭുതമില്ല. ഹാൾഗ്രിംസ് കിർക്ക് എന്നറിയപ്പെടുന്ന ഈ പള്ളി ഐസ്ലാൻഡിൻ്റെ ദേശീയ കവിയായ ഹാൾഗ്രിമൂർ പെഡൂഴ്സൺ എന്ന കവിയുടെ പേരിൽ നിന്നും ഉടലെടുത്തതാണ്. 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഐസ്ലാൻഡിക് സാഹിത്യത്തിനും ക്രിസ്ത്യൻ ഗാനങ്ങൾക്ക് നൽകിയ സംഭാവനകൾ കാരണം ഇന്നും ആദരിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ്. ഈ പള്ളി നിർമ്മിക്കാനുള്ള ആശയം രൂപപ്പെട്ടത് 1937 പക്ഷേ നിർമ്മാണം പൂർത്തിയാക്കാനെടുത്തത് ഏകദേശം 41 വർഷം. 1974 ഈ പള്ളി പൂർണ്ണമായും തുറക്കപ്പെട്ടത്. ഇത്രയും വർഷങ്ങൾ എടുത്തതിൻ്റെ കാരണം അതിൻ്റെ അതുല്യമായ ശില്പകലയും വലിപ്പവുമാണ്. ഈ പള്ളിയുടെ മുൻവശത്ത് നിങ്ങളിപ്പോൾ കാണുന്ന വലിയൊരു പ്രതിമയാണ് ലൈഫ് എറിക്സൺ. അദ്ദേഹം ഒരു വൈക്കിംഗ് യാത്രികനായിരുന്നു. യൂറോപ്പിൽ നിന്ന് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തിച്ചേരുന്ന ആദ്യ വ്യക്തികളിലൊരാളായി കരുതപ്പെടുന്നു. ഐസ്ലാൻഡിൻ്റെ പാർലമെൻറ്റിൻ്റെ 1000 വർഷം തികഞ്ഞതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ പ്രതിമ അമേരിക്ക ഐസ്ലാൻഡിനെ സമ്മാനിച്ചതാണ്. നമുക്കിനി പള്ളിയുടെ അകത്ത് കയറി അകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വരാം. പള്ളിയുടെ അകത്തേക്ക് കയറുന്നതിന് പ്രത്യേകിച്ച് ഫീസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കു വേണമെങ്കിലും കയറുന്നതിന് യാതൊരു തടസ്സം തന്നെ ഇല്ല. പള്ളിയുടെ പുറംഭാഗം വളരെ ഭംഗിയാർന്ന രൂപകൽപ്പനയാണെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ലളിതവും ശാന്തതയും നിറഞ്ഞ അന്തരീക്ഷമാണ്. ഈ പള്ളിയുടെ അകത്തളം അധികം അലങ്കാരങ്ങളില്ലാതെ ശുദ്ധവും തുറന്നതുമായ ഡിസൈനിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് ഐസ്ലാൻഡിക് ജനങ്ങളുടെ ജീവിതശൈലിയെയും അവരുടെ പ്രകൃതിയോടുള്ള ബന്ധത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഈ പള്ളിയുടെ അകത്തളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അലങ്കാരങ്ങളുടെ അഭാവമാണ്. ഇവിടെ വലിയ ചുമർ ചിത്രങ്ങളോ സ്വർണ്ണ അലങ്കാരങ്ങളോ കാണാനില്ല. പകരം വെളുത്ത മതിലുകളും വലിയ തുറന്നിടങ്ങളും ഉയർന്ന മേൽക്കൂരയും ഈ പള്ളിക്ക് വിശുദ്ധമായൊരു അന്തരീക്ഷം നൽകുന്നു. ഈ പള്ളിയിലെ വെളിച്ചത്തിൻ്റെ പങ്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. വലിയ ജനാലകളിലൂടെ വെളിച്ചമകത്തേക്ക് കടക്കുമ്പോൾ അത് പള്ളിയുടെ ചുമരുകളിലെ മൃദുവായ നിഴലുകൾ സൃഷ്ടിക്കുന്നു. ഈ വെളിച്ചം പള്ളിയുടെ അകത്തളത്തെ കൂടുതൽ വിശാലവും ശാന്തവുമായതായി മാറ്റുന്നു. പകൽ സമയത്ത് ഈ പള്ളി ഒരു ധ്യാനാലയം പോലെയാണ് അനുഭവപ്പെടുന്നത്. പള്ളിയുടെ മേൽക്കൂര വളരെ ഉയർന്നതാണ്. അത്
മനുഷ്യൻ്റെ ശ്രദ്ധ സ്വാഭാവികമായും മുകളിലേക്ക് തിരിക്കുന്നു. ഈ ഉയരവും തുറന്ന ഘടനയും കാരണം ശബ്ദങ്ങൾ ഇവിടെ മൃദുവായിട്ട് പ്രതിധ്വനിക്കും. അതുകൊണ്ട് തന്നെ പള്ളിക്കുള്ളിലെ ഒരു പ്രത്യേക ശാന്തമായ അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കുന്നു. നമ്മളിപ്പോൾ കണ്ട പള്ളിയുടെ ആരാധനാവേദി അല്ലെങ്കിൽ അൾത്താര പള്ളിയുടെ മുൻഭാഗത്ത് തന്നെ ലളിതമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നു. പള്ളിയുടെ അകത്തളങ്ങളിൽ കാണാവുന്ന മറ്റൊരു പ്രത്യേകതയാണ് പള്ളിയുടെ അകത്ത് സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ഓർഗൺ. ആ പൈപ്പ് ഓർഗനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് നിരവധി പള്ളികളിൽ പൈപ്പ് ഓർഗൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഫേമസ് ആയ 10 പള്ളികളുടെ പേരെടുത്താൽ ഈ പള്ളിയുടെ പേരും ആ ലിസ്റ്റിൽ നമുക്ക് കാണാവുന്നതാണ്. ഐസ്ലാൻഡിലെ ഈ പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ഓർഗൻ പള്ളിയുടെ ഉയരത്തിനും ഘടനയ്ക്കും അനുസരിച്ച് നിർമ്മിച്ചെടുത്തവയാണ്. പള്ളിയുടെ പിൻഭാഗത്ത് മെയിൻ വാതിലിന് മുകളിലായിട്ട് ഈ പൈപ്പ് ഓർഗൻ്റെ മറ്റു ഭാഗങ്ങളും സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പള്ളിയുടെ ഇടതുഭാഗത്ത് അൾത്താരയോട് ചേർന്ന് ഒരു ശില്പം കാണാനായിട്ട് നമുക്ക് സാധിക്കും. മാർട്ടർ എന്നറിയപ്പെടുന്ന ഈ ശില്പം സൃഷ്ടിച്ചത് പ്രശസ്ത ഐസ്ലാൻഡിക് ശില്പിയായ സിഗർ ജോൺ ഒലാഫ്സൺ ആണ്. അദ്ദേഹം 1908 മുതൽ 1982 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഐസ്ലാൻഡിലെ മുൻനിര ശില്പികളിൽ ഒരാളാണ്. വിശ്വാസത്തിനു വേണ്ടി പീഡനവും ദുരിതങ്ങളും സഹിച്ചവൻ്റെ കഥയാണ് ഈ ശില്പത്തിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. ജീവിതത്തിലെ പൈപ്പ് ഓർഗൻ ആദ്യമായി കണ്ട ഞങ്ങൾക്ക് പൈപ്പ് ഓർഗൻ നിന്നുള്ള സംഗീതവും ആസ്വദിക്കാനായിട്ട് സാധിച്ചു. നിങ്ങൾക്കും തുടർന്ന് ആസ്വദിക്കാവുന്നതാണ്.
സംഗീതം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ? അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് പള്ളിയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന സൊവനീഴ്സ് എല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പിലോട്ടാണ്. അവിടെ പള്ളിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഐസ്ലാൻഡിനെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള സൊവനീഴ്സും ബുക്കുകളെല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിലൂടെയൊക്കെ കണ്ണോടിച്ച ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയതും പള്ളിയുടെ പുറത്തേക്കാണ്. ഐസ്ലാൻഡിലെ അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ബസാൾട്ട് കല്ലുകളുടെ തൂണുകളുടെ ഘടനയാണ് ഈ പള്ളിയുടെ ഡിസൈനിന് പ്രചോദനമായത്. പള്ളിയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് റെക്കവിക് നഗരത്തിൻ്റെ സ്ട്രീറ്റുകളിലേക്കാണ്. ഐസ്ലാൻഡിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് റെക്കവിക് സിറ്റിയോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് റെക്കവിക് സിറ്റി വിസിറ്റ് ചെയ്യാതെ പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുപോലെ തന്നെ ജോലിപരമായ ആവശ്യങ്ങൾക്കും പഠനാവശ്യങ്ങൾക്കും വേണ്ടി ഐസ്ലാൻഡിൻ്റെ വളരെ അകലെയുള്ള ദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നു. റെക്കവിക് റീജിയനിലെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 1.5 ലക്ഷത്തിനോടടുത്താണ്. അതായത് ഐസ്ലാൻഡ് എന്ന രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 1/3 ഭാഗം തിങ്ങി താമസിക്കുന്ന ഒരിടവും കൂടിയാണ് റെക്കവിക് എന്ന നഗരം. ആ ഒരു ജനത്തിരക്ക് നമുക്ക് റോഡിലെല്ലായിടത്തും കാണാൻ സാധിക്കുന്നതാണ്. റോഡിൻ്റെ ഇരുവശത്തുമുള്ള പല വർണ്ണങ്ങളിലുള്ള കെട്ടിടങ്ങൾ സഞ്ചാരികളുടെ കാഴ്ച പിടിച്ചെടുക്കുന്നു. ഇതിൽ ചില കെട്ടിടങ്ങൾ മ്യൂസിയങ്ങളായും ഷോപ്പുകളായും റെസ്റ്റോറൻറ്റുകളായും ചിലത് ഹോട്ടലുകൾ വരെയായും പ്രവർത്തിക്കുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഐസ്ലാൻഡിലെ റെക്കവിക് എന്ന സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയ റെയിൻബോ സ്ട്രീറ്റിലാണ്. 2015 പ്രൈഡ് കമ്മ്യൂണിറ്റിയുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ റോഡ് ആദ്യം പെയിൻറ് ചെയ്തത്. ഇപ്പോൾ ഇത് സമത്വത്തെയും വൈവിധ്യത്തെയും പ്രതിനിധീകരിക്കുന്ന സ്ഥിരതയുള്ള ഒരു സിംബലായി മാറിയിരിക്കുന്നു. ഞങ്ങൾ 3 പേരും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും തിരക്ക് നിറഞ്ഞ സ്ട്രീറ്റുകളിലൂടെ വണ്ടി ഓടിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ നടന്നുകൊണ്ട് ഇത്തരം സ്ട്രീറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. നടക്കുന്നതിനിടയിലെ ഇത്തരം എടുത്തു മാറ്റപ്പെടാൻ കഴിയുന്ന ചെറിയ ടെൻറ്റുകളിലും ഐസ്ലാൻഡിൻ്റെതായ തനത് കരകൗശല വസ്തുക്കളും വിൽക്കുന്ന നിരവധി പേരെ കാണാനായിട്ട് സാധിച്ചു. ആ കടയിൽ വിൽക്കുന്നവരുടെ മുഖത്തോട്ട് നോക്കിയപ്പോഴും അവർ തിരിച്ചു തന്നിരുന്ന ആ ഒരു പുഞ്ചിരി വളരെ സന്തോഷം തന്നിരുന്ന മൊമെൻറ്റുകളായിരുന്നു അത്. അവിടെ നിന്ന് കുറച്ച് മാറി ഐസ്ലാൻഡിൻ്റെ പാർലമെൻറ്റിൻ്റെ എതിർവശത്ത് ദ ബ്ലാക്ക് കോൺ മോണുമെൻറ്റ് ടു സിവിൽ ഒബീഡിയൻസ് എന്ന പേരിൽ ഒരു ശില്പം കാണാനായിട്ട് സാധിച്ചു. വലിയൊരു കരിങ്കല്ലിനെ അല്ലെങ്കിൽ ഒരു പാറയെ നെടുകെ പിളർന്നുകൊണ്ട് അതിനുള്ളൊരു കറുത്ത കൂർത്ത സ്തൂപം ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സ്പാനിഷ് കലാകാരനായ സാന്തിയാഗോ സീറയാണ് ഈ നിർമ്മിതിക്ക് പിന്നിൽ. ഐസ്ലാൻഡിൽ 2008-2011 കാലഘട്ടത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ നടന്ന കിച്ചൺ വെയർ റെവല്യൂഷൻ എന്ന ജനകീയ പ്രക്ഷോഭങ്ങളുടെ സ്മരണയ്ക്കായിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നടന്ന് കുറച്ച് ദൂരം മാറിക്കഴിഞ്ഞപ്പോഴും തീരത്തോട് ചേർന്ന് വേറൊരു പ്രതിമയും കാണാനായിട്ട് സാധിച്ചു. ഐസ്ലാൻഡിലെ റെക്കവിക് ഹാർബറിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെങ്കല പ്രതിമയെ ലുക്കിംഗ് സീവേഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. റെക്കവിക്കിൻ്റെ പഴയ ഹാർബർ പ്രദേശത്തെ ഹാർപ്പ കൺസെർട്ട് ഹാളിനടുത്തുള്ള കടൽ തീര നടത്ത വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1997 റെക്കവിക് തുറമുഖത്തിൻ്റെ 80ാം വാർഷികത്തോടും 60ാമത് ദേശീയ നാവിക ദിനത്തോടുമനുബന്ധിച്ചാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഐസ്ലാൻഡിൻ്റെ ക്ഷേമത്തിന് ഉത്തരവാദികളായ മത്സ്യത്തൊഴിലാളികളെ സൂചിപ്പിക്കുന്ന ഈ നിർമ്മിതി ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ വഴിയോട് ചേർന്ന് തന്നെ മിനോർ എന്ന പേരിൽ ഒരു ലോക്കോമോട്ടീവും കാണാനായിട്ട് സാധിച്ചു. റെക്കവിക് തുറമുഖം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഐസ്ലാൻഡിലേക്ക് കൊണ്ടുവന്ന 2 ജർമ്മൻ നിർമ്മിത നാരോ ഗേജ് സ്റ്റീം ലോക്കോമോട്ടീവുകളിൽ ഒന്നാണിത്. തുറമുഖ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടും വലിയ അഗ്നിപർവ്വത പാറക്കല്ലുകൾ നീക്കാനും ഈ നാരോ ഗേജ് എഞ്ചിനുകൾ ഉപയോഗിച്ചിരുന്നു. ഐസ്ലാൻഡിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗവും കൂടിയാണ് ഈ ലോക്കോമോട്ടീവ്. അവിടെ നിന്ന് നേരെ പോയത് ലോകം മൊത്തം ഔട്ട്ലെറ്റുകളുള്ള H&Mൻ്റെ ഐസ്ലാൻഡിലെ റെക്കവിക്കിലെ സ്റ്റോറിലേക്കാണ്. പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ പ്ലാനില്ലാതിരുന്ന ഞങ്ങൾ കുറച്ചു നേരം ഈ കടയുടെ അകത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ നിന്ന് നേരെ പോയത് ഈ കടയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന റെക്കവിക് സിറ്റിയുടെ സ്ഥാപകനായ ഇംഗോൾഫ് റർണാർസറിൻ്റെ ശില്പം സ്ഥിതി ചെയ്യുന്ന പാർക്കിലേക്കാണ്. ഇത്ര ദൂരം നടന്നതിൻ്റെ ക്ഷീണം മാറ്റുന്നതിനായിട്ട് ഞങ്ങൾ 3 പേരും അവിടെ കുറച്ചു നേരം വിശ്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കുടിക്കുകയും ചെയ്തു. വിശ്രമത്തിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് റെക്കവിക് സിറ്റിയിലുള്ള ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലേക്കാണ്.
അവിടെയുള്ള ഐക്കോണിക് ഡിഷുകളും ട്രൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതുപ്രകാരം ഞങ്ങൾ 3 പേരും 3 വ്യത്യസ്ത ഡിഷുകൾ ഓർഡർ ചെയ്യുകയും ഞാൻ ആട്ടിൻ തലയുള്ള ഒരു ഡിഷുമാണ് ഓർഡർ ചെയ്തത്. ഐസ്ലാൻഡുകളിലെ ഫാമുകളിലെ വളർന്നു വന്നിരുന്ന ആടിനെ തന്നെയാണ് ഇവർ ഡിഷാക്കിയിട്ട് നമുക്ക് തരുന്നത്. കഴിച്ച ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടായിരുന്നു. മുന്നത്തെ വീഡിയോകളിൽ പറയാറുള്ള പോലെ തന്നെ ഐസ്ലാൻഡിലെ ഫുഡിൻ്റെ എക്സ്പെൻസ് വളരെ ഭയാനകമാണ്. എന്നിരുന്നാലും വെറൈറ്റികളുള്ള സ്ഥലത്ത് വെറൈറ്റികൾ ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരിക്കലും മടിക്കാറില്ല. ഇതുകൂടാതെ പഫിൻ എന്ന പക്ഷിയുടെ ഇറച്ചി അടങ്ങിയ വേറൊരു ഡിഷും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. ഐസ്ലാൻഡിലെ പഫിൻ്റെ മീറ്റും ഒരു ട്രഡീഷണൽ ഡിഷും കൂടിയാണ്. അങ്ങനെ പഫിൻ മീറ്റും കൂടി കഴിക്കാൻ പറ്റിയതിന് സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് നമ്മുടെ വാൻ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ഐസ്ലാൻഡിൻ്റെ ചിത്രമടങ്ങിയ 3-4 ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് നേരെ പോയത് ഐസ്ലാൻഡിലെ ഫേമസ് ആയ നിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് മേടിക്കാനായിരുന്നു. കട്ടിയുള്ള ഇത്ര നിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളും ഐസ്ലാൻഡിത്തെ തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നു. അങ്ങനെ പള്ളിക്കടുത്തുള്ള റെക്കവ് സ്ട്രീറ്റിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിനി പോകുന്നത് നമ്മുടെ വാൻ വാടകയ്ക്കെടുത്ത അവരുടെ ഓഫീസിലേക്കാണ്. നമ്മുടെ യാത്ര അവസാനിക്കുന്നതിന് ഒരു ദിവസം ബാക്കിയുണ്ടെങ്കിലും നമ്മൾ ഇന്ന് താമസിക്കുന്നത് നമ്മുടെ വാഹന റെൻറ്റിനെടുത്ത ആ ഒരു ഓഫീസിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. അതിന് കാരണം നമുക്ക് റെക്കവ് സിറ്റിയുടെ മറ്റൊരു ഭാഗം നാളെയും കൂടി കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇന്നേ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നാളേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള കാര്യങ്ങളിലോട്ടും പ്രിപ്പയർ ആവാനായിട്ടുള്ള സമയവും നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം 15 ദിവസം മുന്നേ നമ്മൾ വന്ന നമ്മുടെ വാൻ എടുത്ത ഓഫീസിൻ്റെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം തുടക്ക ദിവസം തന്നെ നമ്മൾ അവരെ ഏൽപ്പിക്കാനായിട്ട് കൊടുത്തിരുന്ന 2 സൂട്ട് കേസുകൾ നമുക്ക് പെട്ടി പാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ തിരിച്ചു തരികയും കോമൺ ആയിട്ടുള്ള സ്പേസ് നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് അവർ അനുവദിക്കുകയും ചെയ്തു. കോമൺ സ്പേസിൽ ഒരു കോഫി മെഷീനും ടോയ്ലറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വേറെ സ്ഥലം അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വന്നില്ല. ആ ഒരു കോമൺ റൂമിലും അനുഭവങ്ങളും അഭിപ്രായങ്ങളും എഴുതാനായിട്ട് ഒരു പുസ്തകം ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പുസ്തകത്തിൽ ഞങ്ങൾ സഞ്ചരിച്ച 15 ദിവസത്തെ സ്ഥലങ്ങളുടെ പേരും ഞങ്ങളുടെ പേരും അതുപോലെ തന്നെ ഇട്ടിനറിക്കായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ഐ ഡി ഒക്കെ അതിൽ എഴുതി ചേർത്തായിരുന്നു. ഓഫീസിലെ തിരക്കുകളും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പയ്യെ ഞങ്ങളുടെ പെട്ടി പാക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചു. പെട്ടി പാക്ക് ചെയ്യുന്നതിനോടൊപ്പം നമുക്കിന്ന് നേരത്തെ ഫുഡ് കഴിച്ച് നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രിപ്പയർ ആവാനായിട്ടുണ്ടായിരുന്നു. നാളെ നമുക്ക് പോകേണ്ടതായ സ്ഥലത്തേക്ക് അതിരാവിലെ പറ്റുന്ന പോലെ നേരത്തെ എഴുന്നേറ്റ് പോകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കോമൺ സ്പേസിൽ കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്തത് നമ്മുടെ വാനിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. ആ ഒരു കോമൺ സ്പേസിൽ ടേബിൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡ് വാനിൻ്റെ അകത്ത് വെച്ചിരുന്നാണ് കഴിച്ചത്. അതിനുശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എക്സ്ട്രാ നൂഡിൽസ് കഴിക്കാനായിട്ട് അവരുടെ കോമൺ സ്പേസിലോട്ട് നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ നൂഡിൽസൊക്കെ കഴിച്ച് തീർത്തും ഓട് സ്കൂളിൻ്റെ വീഡിയോസൊക്കെ കണ്ട് നേരത്തെ കിടന്നുറങ്ങാൻ പോയി. 15ാമത്തെ ദിവസത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. 16ാം ദിവസത്തെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.